വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നോർമലൈസേഷൻ എന്നുള്ളത്. ആദ്യം ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് നോർമലൈസേഷൻ എന്ന് നോക്കാം. അതായത് ഡേറ്റയെ കോമൺ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഏജ് വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ 13 തൊട്ടിട്ട് 17 വരെയാണ് തന്നിരിക്കുന്നത്. 30 to 70. ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം? 0 and 1 ബിറ്റ്വീൻ വരുന്ന നമ്പറായിട്ട് ഈ 30 to 70 എന്നുള്ള ഏജ് വാല്യൂവിനെ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂസ് ആക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ നോർമലൈസേഷൻ നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇസഡ് സ്കോർ നോർമലൈസേഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Suppose that the data for analysis includes the attribute age. The age values for the data tuples are in increasing order. Increasing orderൽ ഏജ് വാല്യൂസ് തന്നിട്ടുണ്ട്. 30, 50, 60 അങ്ങനെ 70 വരെയാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യൂസ് ഇസഡ് സ്കോർ നോർമലൈസേഷൻ ടു ട്രാൻസ്ഫോം ദ വാല്യൂ 35 for age when standard deviation of age is 12.94 years. അതായത് ഇസഡ് സ്കോർ നോർമലൈസേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇസഡ് സ്കോർ നോർമലൈസേഷനിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, നമുക്ക് നോർമലൈസ്ഡ് ആയിട്ടുള്ള പുതിയ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോർമലൈസ്ഡ് വാല്യൂ വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് ഒറിജിനൽ വാല്യൂ എ ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ എ. ഇതിൽ ഈ സിഗ്മ എ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് ഡീവിയേഷൻ ഓഫ് ഏജ് ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 12.94. ഇനി എ ബാർ എന്താണെന്ന് നോക്കാം. എ ബാർ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. അതായത് 1/n സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi എന്നുള്ളതാണ്. ഇതിൽ n എന്ന് പറയുന്നത് നമ്മുടെ ഈ വാല്യൂസിൻ്റെ നമ്പേഴ്സ് ആണ്. ഇതിപ്പോൾ എണ്ണാനാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27. 27 ആണ് ഇവിടെ നമ്മുടെ n എന്ന് പറയുന്നത്. ഇനി xi, സിഗ്മ xi എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇത് സം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ ആണ് 809 എന്നുള്ളത്. അപ്പം നമുക്കിത് ചെയ്ത് നോക്കാം. എ ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? 1/n. 1/n എന്ന് പറയുന്നത് 27 ആണ്. xiക്ക് എന്താണ് ഇപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയത്? 809 അല്ലേ? ഇൻറ്റു 809. അതായത് എ ബാർ ഇസ് ഈക്വൽ ടു 809/27. കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 809/27 എന്ന് പറയുന്ന നമുക്ക് വാല്യൂ കിട്ടുന്നത് 29.96 എന്നാണ്. ഇതാണ് നമുക്ക് എ ബാറിൻ്റെ വാല്യൂ കിട്ടിയത്. ഇതല്ലേ നമ്മുടെ ഇസഡ് സ്കോറിൻ്റെ ഇക്വേഷൻ. ഇതിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നോർമലൈസ്ഡ് വാല്യൂ ആയിട്ടുള്ള വി ഡാഷ് ഇസ് ഈക്വൽ ടു, വി എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ട്രാൻസ്ഫോം ദ വാല്യൂ ഓഫ് 35 ഫോർ ഏജ്. വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 35 മൈനസ് നമുക്കിപ്പോൾ കിട്ടിയ എ ബാറിൻ്റെ വാല്യൂ 29.96 ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 12.94. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 35 മൈനസ് 29.96 ഡിവൈഡഡ് ബൈ 12.94. നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.38. ഇതെന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. 0.39 ആക്കി റൗണ്ട് ചെയ്ത് ഞാൻ എഴുതി. അപ്പോൾ ഈ ഇസഡ് സ്കോർ നോർമലൈസേഷൻ കണ്ടുപിടിക്കുന്ന മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നോർമലൈസേഷൻ ആണ് മിൻമാക്സ് നോർമലൈസേഷൻ. മിൻമാക്സ് നോർമലൈസേഷനിൽ റേഞ്ച് 0 to 1 നമുക്ക് നോർമലൈസ് ചെയ്യാൻ, അതായത് ഡേറ്റനെ ട്രാൻസ്ഫോം ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? മിൻമാക്സ് നോർമലൈസേഷൻ ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ റേഞ്ച് തന്നിരിക്കുന്നത് 0 to 1 ആണ്. ഇതിൽ ഈ 0 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ന്യൂ മിനിമം എ, ന്യൂ മിൻ എ എന്ന് എഴുതാം നമുക്ക്. 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പുതിയ മാക്സ് എ, ന്യൂ മാക്സ് എ എന്ന് എഴുതാം.
ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ലെറ്റ് എ correspond to attribute age we infer, നമ്മൾ എന്താണ് ഇൻഫർ ചെയ്യാൻ പോകുന്നത്? ന്യൂ മിന്നെ എന്ന് പറയുന്നത് എന്താണ്? മിനിമം വാല്യൂ. ന്യൂ മിനിമം വാല്യൂ എന്ന് പറയുന്നതാണ് 0. ന്യൂ മാക്സ് എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പൊ നമ്മുടെ മിന്നെ എന്തായിരുന്നു? മിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂ, അത് എത്രയായിരുന്നു? 30. മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ടപ്പിൾസിലെ ഏറ്റവും വലിയ വാല്യൂ, അത് എത്രയാ? 70. ഇത്ര എഴുതിയത് മനസ്സിലായല്ലോ. ഇനി നോർമലൈസേഷന്റെ ഇക്വേഷൻ നോക്കാം. v' is equal to v minus minne by maxe minus minne into new maxe minus new minne plus new minne. ഇതാണ് നമ്മുടെ മിൻമാക്സ് നോർമലൈസേഷന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് വി എന്ന് പറയുന്നത്? വി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ, നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ തന്നിരിക്കുന്ന ഏജിന്റെ വാല്യൂ എന്ന് പറയുന്നത് വി ഈക്വൽ ടു 35 ആണ്. അപ്പൊ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വി ഡാഷ് ഇസ് ഈക്വൽ ടു 35 മൈനസ് മിന്നെ എന്ന് പറയുന്നത് എത്രയാണ്? 30 ബൈ മാക്സ് 70 മൈനസ് 30. ന്യൂ മാക്സ് എന്ന് പറയുന്നത് 1 മൈനസ് 0 പ്ലസ് ന്യൂ മിന്നെ എന്ന് പറയുന്നത് 0. ഇതാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.38 എന്ന് കിട്ടും. നമ്മൾ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.39 ആയിട്ട് എഴുതാം. ഇതാണ് നമ്മുടെ മിൻമാക്സ് നോർമലൈസേഷൻ പെർഫോം ചെയ്യുന്ന രീതി. ഡെസിമൽ സ്കെയിലിംഗ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. യൂസ് നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ് ടു ട്രാൻസ്ഫോം ദ വാല്യൂ 35 ഫോർ ഏജ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡെസിമൽ സ്കെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ വി തന്നിട്ടുണ്ട്. വി എത്രയാണ്? 35. വി ഹാവ് മാക്സിമം ആബ്സല്യൂട്ട് വാല്യൂ 35. മാക്സിമം ആബ്സല്യൂട്ട് വാല്യൂ എത്ര തന്നിരിക്കുന്ന? 35 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വി ഡാഷ് എന്ന് പറയുന്നത് വി ബൈ 10 raised to j. ഇതാണ് നമ്മുടെ ഡെസിമൽ സ്കെയിലിംഗിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ j എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ടപ്പിൾസിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ആരാണ്? 70. ഈ 70 എത്ര ഡിജിറ്റ് ആണോ വരുന്നത് അതാണ് ഈ j. ഇതിപ്പോ 2 ഡിജിറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് j ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. വി ഡാഷ് ഇസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ 35 ബൈ 10 raised to 2. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.35. ഇത്രയേ ഉള്ളൂ ഡെസിമൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 3 വീഡിയോ ആയിട്ടാണ് നമ്മൾ നോർമലൈസേഷൻ ചെയ്തിരിക്കുന്നത്. 3 വീഡിയോ സെയിം ക്വസ്റ്റ്യൻ ആണ്, കണ്ടുപഠിക്കുക, ഈസിയാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് വിട്ടുപോകരുത്, ഇതും കാണണം.